ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം ഞാനിപ്പം ഒരു വീഡിയോ ചെയ്യുന്നത് അത്ര ഹാപ്പി മൂഡിലല്ല. അതിനൊരു റീസണുണ്ട്. ഞാൻ 2 ഡേയ്സ് മുന്നേ രേണു സുധീൻ്റെ ലാലേട്ടൻ്റെ വീട്ടിൽ പോയപ്പോൾ, അമ്മയെ കാണാൻ പോയപ്പോൾ, മൃതദേഹം കാണാൻ പോയപ്പോൾ രേണു സുധീനെ പറ്റിയുള്ള പരിഹാസം പറഞ്ഞൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിലൊരു കമൻറ്റ് വന്നത് സത്യം പറഞ്ഞാൽ ഞാൻ ഭയങ്കര ഷോക്കായിപ്പോയി. ഇങ്ങനെ ആൾക്കാർക്ക് ഇങ്ങനെ കമൻറ്റ് ഇടാൻ പറ്റും എന്ന് എനിക്കിപ്പോഴാണ് മനസ്സിലായത്. അതായത് ആ കമൻറ്റ് ഞാൻ വായിക്കാം, ഞാനിവിടെ വെച്ചേക്കാവേ. താങ്ക്സ് ഫോർ പ്രേസിങ് റെന സുന. May you be blessed as a widow and a single mother who struggles to take care of your family like her. She is suffering a lot by traveling internationally and surviving in hot drinks without food to take care of her large family members. Truly a shameless creature. ആക്ച്വലി ഇത് ഞാൻ വായിച്ചപ്പോൾ സത്യം പറഞ്ഞാൽ ഒരു 5 മിനിറ്റ് ഞാനിങ്ങനെ നിന്നു. എന്തിനു വേണ്ടിയിട്ടാണ് ഇവർ എൻ്റെ അടുക്കെ പറഞ്ഞതെന്നുള്ളത്. ആക്ച്വലി ആ വീഡിയോ ഫുൾ കണ്ടവർക്ക് മനസ്സിലാവും ഞാൻ എന്താണ് ഉദ്ദേശിച്ചതെന്ന്. അതായത് ഒരു മരണം കാണാൻ പോകുന്നവർക്ക് വലിയവനോ ചെറിയവനോ ഒന്നുമില്ല. ആ ബിഗ് ബോസിലുള്ള എല്ലാ ആൾക്കാരും തന്നെ അവിടെ കാണാൻ വന്നിട്ടുണ്ടായിരുന്നു. അഭി, സാബുമാൻ, അനുമോൾ, അവർ വന്നപ്പോൾ ഇല്ലാത്ത പ്രശ്നം എന്താണ് രേണുസുതി വന്നപ്പോൾ എന്നുള്ളതാണ് ഞാൻ മെയിൻലി എഴുതി പറഞ്ഞ കാര്യങ്ങൾ. അല്ലാതെ രേണുസുധിനെ പ്രേസ് ചെയ്ത് ഞാൻ ഒരു ദൈവമായിട്ടൊന്നും കണക്കാക്കിയെന്ന് ഞാൻ ഇതിൽ പറഞ്ഞിട്ടില്ല. അതിൽ ആളുടെ പേരും കൂടെ ഞാൻ വെച്ചേക്കാം, ലൈല വാർഗ്രറ്റ് 6788. പെണ്ണാണോ ആണാണോ വേറെ എന്തെങ്കിലും ആണോ എന്ന് എനിക്കറിയത്തില്ല. അവരോട് പറയാൻ എനിക്ക് ഒറ്റൊരു കാര്യം എനിക്ക് പറയാനുള്ളൂ. എൻ്റെ പേരൻസ് എന്നെ വളർത്തിയത് എന്താ പറയുക, ഇതുപോലത്തെ ഉള്ള ഇങ്ങനത്തെയൊക്കെ വാക്കുകൾ മറ്റുള്ളവരുടെ മുമ്പിൽ പറയുന്ന രീതിയിലല്ല എന്നെ വളർത്തിയേക്കുന്നത്. നിങ്ങളെ അങ്ങനെ ആയിരിക്കും വളർത്തിയിരിക്കുന്നത്. അതുകൊണ്ടായിരിക്കും നിങ്ങൾ ഇങ്ങനത്തെ കമൻസൊക്കെ വന്നിടുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ, ശത്രുക്കളായിക്കോട്ടെ എന്തും ആയിക്കോട്ടെ, ഇങ്ങനെ കമൻറ്റ് ഇടാനായിട്ട് ഒരു എന്താ പറയുക, ഒരു ഉളുപ്പൊക്കെ വേണ്ടേ മനുഷ്യന്മാരായാൽ. പറഞ്ഞിരിക്കുന്നത് ബ്ലസ് ടു എന്ന് വെച്ചാൽ ഞാൻ മാരീഡാണ്, എനിക്കൊരു കുഞ്ഞുണ്ട്, എനിക്ക് 3 വയസ്സുള്ളൊരു കുഞ്ഞുണ്ട്. അപ്പം ഇത് പോട്ടെ, മാരീഡ് അല്ല, എനിക്ക് കുഴപ്പമില്ല, പക്ഷേ മാരീഡാണ്, കുഞ്ഞുണ്ട്. അപ്പം ഷീ ഈസ് ബ്ലെസ്സിങ് മീ ടു ബി എ വിഡോ ഓർ എ സിംഗിൾ മദർ എന്നാണ് പറയുന്നത്. എനിക്ക് മനസ്സിലാവുന്നില്ല എത്രത്തോളം ഈ ഒരു വൃത്തികെട്ട ചിന്താഗതി. അതായത് രേണുസുധിനെ പറ്റി ഞാൻ എന്താ പറഞ്ഞതെന്നുള്ളത് വീഡിയോ ഫുള്ളായിട്ട് ചിലപ്പോൾ അവർ കണ്ടു കാണത്തില്ല, ഫസ്റ്റേ കണ്ടു കാണത്തുള്ളൂ. അല്ലാതെ ഇമാതിരി കമൻസൊക്കെ വന്ന് ഇടുക എന്ന് വെച്ചാൽ സത്യം പറഞ്ഞാൽ എനിക്ക് ഇത് പറയാനായിട്ട് വാക്കുകളില്ല. എന്താണെന്ന് പറഞ്ഞാൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക, നിങ്ങളിത് കണ്ടിട്ട് നിങ്ങൾക്ക് എന്താ തോന്നിയെന്നുള്ളത്. ആക്ച്വലി ഇതുപോലത്തെ കമൻസിനൊക്കെ നമ്മൾ റിയാക്ട് ചെയ്യാൻ പോകരുതെന്നാണ് നമ്മൾ മെയിൻലി പറയുന്നത്. പക്ഷേ ഇത് കണ്ടപ്പോൾ എൻ്റെ ഫ്രണ്ട്സും പറഞ്ഞു യു ഷുഡ് റിയാക്ട്, ഇത് നീ റിയാക്ട് ചെയ്യണം, ഇത് മാക്സിമം ഈ കമൻറ്റ് നമ്മൾ റിപ്പോർട്ട് ചെയ്യണം. ബിക്കോസ് ഇങ്ങനത്തെ ഉള്ള ആൾക്കാരൊന്നും യൂട്യൂബ് യൂസ് ചെയ്യണ്ട. ബിക്കോസ് വേറെ ഒന്നും കൊണ്ടല്ല. ഇപ്പം ഞാൻ ഓക്കെ, നിങ്ങൾക്ക് അതായത് ഈ ലൈല വാർഗ്രറ്റ്, ഓക്കെ വാട്ട് എവർ, ലൈല, നിങ്ങൾക്ക് ഇതിനെപ്പറ്റി എന്തെങ്കിലും സംസാരിക്കാനുണ്ട് എങ്കിൽ യു ഷുഡ് സ്റ്റാർട്ട് എ ചാനൽ ആൻഡ് യു ഷുഡ് സേ. അല്ലാതെ വേറൊരാളുടെ ചാനലിൽ പോയിട്ട് നിങ്ങൾക്ക് വിമർശിക്കാം, കുഴപ്പമില്ല. അത് ഞാനല്ല രേണുസുധി, ഞാനല്ല ആ വീട്ടിൽ പോയത്, ഞാനല്ല ഇൻ്റർനാഷണൽ ട്രിപ്പിന് പോയേക്കുന്നത്, ഞാനല്ല ഡ്രിങ്ക്സ് കുടിച്ചിരിക്കുന്നത്. അപ്പം നിങ്ങൾ മാക്സിമം എന്താ പറയുക, നിങ്ങളൊരു ചാനൽ തുടങ്ങിയിട്ട് ഇമാതിരി കാര്യങ്ങൾ നിങ്ങൾ പറയുക. അല്ലാതെ വേറൊരാളുടെ ചാനലിൽ വന്നിട്ട് ഞാൻ പറയാത്തൊരു കാര്യത്തിന് പറഞ്ഞിട്ട് അത് എന്നെ പറയേണ്ട ആവശ്യം നിങ്ങൾക്കില്ല. മനസ്സിലായോ? അപ്പം എനിക്ക് ഈ രീതിയിലാണ് എനിക്ക് റിയാക്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. അല്ലാതെ നിങ്ങളെപ്പോലെ ഈ വൃത്തികെട്ട രീതിയിൽ എനിക്ക് റിയാക്ട് ചെയ്യാൻ പറ്റത്തില്ല. ബിക്കോസ് ആസ് എ മദർ ഐ നോ എൻ്റെ ഫ്രണ്ട്സിന് ആ ഒരു പെയിൻ എന്താണെന്ന് എനിക്ക് നല്ലപോലെ അറിയാം. ഞാൻ നേരിൽ കണ്ടിട്ടുണ്ട് വീടോടെ പെയിൻ എന്താണ്, സിംഗിൾ മദറിൻ്റെ പെയിൻ എന്താണ്. നിങ്ങൾ ചിലപ്പം ഒരു മനുഷ്യ സ്ത്രീ ആയിരിക്കണം എന്നില്ല. ഞാൻ അതിന് റിപ്ലൈ തന്നു, യു ആർ എ സ്റ്റുപ്പിഡ് ആനിമൽ എന്ന് ഞാൻ റിപ്ലൈ തന്നിട്ടുണ്ട്. അപ്പം നിങ്ങൾ എന്ത് വിചാരിക്കാതിരിക്കോ അത് നിങ്ങളുടെ കൺസേൺ ആണ്, അത് നിങ്ങളുടെ പേഴ്സണലാണ്. അത് നിങ്ങളൊരു യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് നിങ്ങളിത് സംസാരിച്ചിട്ട് പറയുക. അല്ലാതെ വേറൊരാളുടെ യൂട്യൂബ് ചാനലിൽ പോയിട്ട് അവരുടെ കമൻറ്റ് ചെയ്തിട്ട് അല്ല, അറ്റ്ലീസ്റ്റ് എന്താണ് റീസൺ, ഞാൻ രേണുസുധി അല്ല, അതോ നിങ്ങളങ്ങനെ വിചാരിച്ചോ? എന്തെങ്കിലും മാനസികമായിട്ട് എന്തെങ്കിലും പ്രശ്നമുള്ള ആളാണോ? എനിക്കറിയത്തില്ല. അല്ലേ തന്നെ രേണുസുധീനെ അങ്ങനെ പറയേണ്ട ആവശ്യമുണ്ടോ? യെസ്, ഷീ ഈസ് സഫറിങ് എ ലോട്ട് ആണ്. ഞാൻ ആളിനെ എല്ലാ കാര്യങ്ങളും പോസിറ്റീവ് ആണെന്നൊന്നും ഞാൻ അതിൽ പറഞ്ഞിട്ടില്ല. ഒരു മരണം അല്ലെങ്കിൽ ഒരു മൃതദേഹം കാണാൻ വേണ്ടിയിട്ട് ഒരാൾ വന്നു, കണ്ടു, പോയി. അതിന് ഇത്രത്തോളം പരിഹാസങ്ങളും കാര്യങ്ങളും ഒക്കെ ചെയ്തിട്ട് ഇമാതിരി കമൻറ്റ് വന്ന് പറഞ്ഞാൽ ആർക്കായാലും ദേഷ്യം വരും. ഞാനിങ്ങനെ റിയാക്ട് ചെയ്യുന്നേ ഉള്ളൂ.
മനസ്സിലായില്ലേ? അപ്പം എനിക്ക് പറയാനുള്ള ഒറ്റ കാര്യമേ ഉള്ളൂ, നിങ്ങൾ ഇമ്മാതിരി കമൻസ് ഒരാളുടെ അടുത്തും പോയി പറയാതിരിക്കുക. ഈ കർമ്മ എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്, അതൊരു റിയലുള്ള കാര്യമാണ്. അത് നിങ്ങൾക്ക് തിരിച്ച് തന്നെ കിട്ടും. ഈ പറഞ്ഞ കമൻറ്റിന് നിങ്ങൾക്കതിന് തിരിച്ച് ചിലപ്പോൾ ഏതെങ്കിലും വഴി നിങ്ങൾക്കത് കിട്ടും. ബിക്കോസ് വേറെ ഒന്നും കൊണ്ടല്ല, മനസ്സറിയാത്തൊരു കാര്യത്തിനാണ് യു ആർ ബ്ലെസ്സിങ് മീ ടു ബി എ വിഡോ എന്ന് പറയുന്നത്. ഏറ്റവും എന്താ പറയുക, ദുഃഖകരം അല്ലെങ്കിൽ എന്താ പറയുക, വിഷമം പിടിക്കുന്ന ഒരു സംഭവമാണിത്. മനസ്സിലായി? എനിക്ക് വിഷമം വന്നു എന്നല്ല, പക്ഷേ നിങ്ങളിതിനി വേറെ ആരുടെ അടുത്തും പോയി ഇങ്ങനെ പറയരുത്. ഇനി പറയണം എന്നുണ്ടെങ്കിൽ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് പറ, അല്ലാതെ വേറൊരാളുടെ കമൻറ്റിൽ പോയിട്ടല്ലേ പറയണ്ടേ. അത് നിങ്ങളൊന്ന് ഓർക്കുക. ലെയ്ല വാർഗ്രറ്റ് 6788. എനിക്ക് നിങ്ങളോട് ഇത്രേ പറയാനുള്ളൂ, നിങ്ങൾ കാണിക്കുന്നതും പറയുന്നതും ഒക്കെ നിങ്ങളുടെ സ്വന്തം പേഴ്സണലാണ്. അത് നിങ്ങൾക്ക് ഫോണുണ്ട് എങ്കിൽ, നിങ്ങൾക്കൊരു ചാനലുണ്ട് എങ്കിൽ, നിങ്ങൾക്ക് പറയാനുള്ളൊരിതുണ്ടെങ്കിൽ നിങ്ങൾ പറയുക. എന്നിട്ട് നിങ്ങൾ ബാക്കിയുള്ളവരുടെ കമൻറ്റിൽ നിന്ന് പൊങ്കാലയിട്ടവർ, അല്ലാതെ നിങ്ങൾ എൻ്റെ കമൻറ്റിൽ വന്നിട്ടല്ല ഇമ്മാതിരി പറച്ചിലൊക്കെ പറയുന്നത്. എനിക്കിപ്പോൾ ഇത് പറയാൻ വേണ്ടിയിട്ടാണ് മാത്രമാണ് ഞാനിപ്പോൾ വീഡിയോ ചെയ്തത്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. നിങ്ങൾക്ക് എന്താണ് ഈ കമൻറ്റ് കണ്ടപ്പോൾ തോന്നിയത് എന്നുള്ളത് നിങ്ങളൊന്ന് എനിക്ക് കോമെൻറ്റ് ചെയ്യുക. ഓക്കെ, താങ്ക് യു സോ മച്ച്.